അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂന്നാമത്തെ മകൻ സെയ്ദ് ബിൻ അലി റളിയല്ലാഹു അൻഹുവാണ്. സെയ്ദിയ എന്ന പേരിൽ ഒരു മദ്ഹബുണ്ട്, നമ്മൾ ഷാഫി മദ്ഹബ് എന്നൊക്കെ പറയുന്നത് പോലെ. അതിൻ്റെ ഇമാമ് കൂടെയായിരുന്നു. മഹാനവറുകളിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് സെയ്ദിയ എന്ന മദ്ഹബ് പറയപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മശ്ഹൂർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവർ വലിയ മഹാനായിരുന്നു, ഖിലാഫത്ത് വഹിച്ച ആളായിരുന്നു. ഹിജറ 80-ാം വർഷം ജന്മം കൊണ്ടു 121-ാമത്തെ വർഷത്തിൽ ഏകദേശം 41-ാം വയസ്സ് ആ സമയത്തിൽ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനാൽ കൊല ചെയ്യപ്പെട്ടു എന്ന് ഷംസുൽ വഹീറയിൽ കാണാം. മഹാനവറുകളുടെ ഖബർ ഖുറാസാനിലാണ്. ബഹുമാനപ്പെട്ടവർക്ക് ശേഷം ഉമറുൽ അഷ്റഫ് എന്ന പേരിൽ ഒരു മകൻ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അതുപോലെ അലിയിബ്നു സെയ്ദ് എന്ന പേരിൽ വരും അലിയിബ്നു അലി എന്ന പേരിൽ ഒരു മകനുമുണ്ട്. ഉമറുൽ അഷ്റഫ് ഇബ്നു അലി, അതുപോലെ അലിയിബ്നു അലി, ഇവർ രണ്ടുപേരുടെയും ഉമ്മ ഒരു അടിമ സ്ത്രീ ആയതുകൊണ്ട് ചരിത്രങ്ങളിൽ കൂടുതൽ അവരെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരകളിൽ നിന്ന് ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള സന്താനം അത് നമ്മുടെ സാദാത്യങ്ങളുടെ ഉപ്പാപ്പയാകുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാക്കിർ റളിയല്ലാഹു അൻഹുവാണ്. ധാരാളം മനാക്കിബുകൾ മഹാനവറുകളെക്കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.